ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വറദ്ദല്ലാഹു അല്ലദീന കഫറു ബിഗൈദിഹിം ലം യനാലു ഖൈറ വകഫല്ലാഹുൽ മുഅ്മിനീനൽ ഖിതാൽ വകാനല്ലാഹു ഖവിയ്യൻ അസീസ ആണ് വിശദീകരിച്ച്. ഈ ഖന്തഖ് യുദ്ധം, കിടങ്ങ് യുദ്ധം അല്ല, കഴിഞ്ഞ ആഴ്ച നമ്മൾ ബനു ഖുറദയെ കുറിച്ചല്ല ആയത്ത് നമ്മൾ പറഞ്ഞത് ഈ ആയത്താണ് വിശദീകരിച്ചത്. അതിൽ വകഫല്ലാഹുൽ മുഅ്മിനീനൽ ഖിതാൽ വകാനല്ലാഹു ഖവിയ്യൻ അസീസ മുഴുവൻ പറഞ്ഞല്ലേ. ഖന്തഖ് യുദ്ധത്തിൽ നിന്ന് ഈ 10,000 ആൾബലമുള്ള സൈനിക ശേഷി നന്നായുള്ള ഈ സഖ്യസേനയെ അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ തിരിച്ചയച്ചു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. എങ്ങനെയാണ് യുദ്ധം അവസാനിച്ചത് ആ വിഷയമാണ്. അപ്പോൾ അതിൽ പറഞ്ഞു വറദ്ദല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല മടക്കി. റദ്ദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇർജാഉ ഷൈഇൽ അസ്ൽ, ഒരു സംഗതി അതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് മടക്കണീന്നാണ് പറയുക. സഖ്യകക്ഷികൾ എവിടുന്നാണ് വന്നത്? ഖുറൈശികളും കൂട്ടരൊക്കെ മക്കത്തു നിന്നും പരിസരത്തു നിന്നാണ് വന്നത്. ഖത്ഫാനികൾ വന്നത് നജിദിൻ്റെ ഭാഗത്തു നിന്നാണ്. പിന്നെ മറ്റു പല കക്ഷികൾ പലയിടത്തുനിന്ന് വന്ന്. റദ്ദല്ലാഹു അല്ലദീന കഫറു, ഈ സഖ്യകക്ഷികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വന്നിടത്തേക്ക് മടക്കി. അവിടെ നോക്കിയേ, അള്ളാഹു റദ്ദല്ലാഹു അല്ലദീന കഫറു എന്നാണ്, അവിശ്വാസികളെ മടക്കി എന്നാണ് പറഞ്ഞത്. ഈ അവിശ്വാസികളാണ് ആര്? അഹ്സാബ്, സഖ്യകക്ഷികൾ എന്നല്ല പറഞ്ഞത്. പിന്നെ അവരെ റദ്ദല്ലാഹു അല്ലദീന കഫറു എന്നാണത്. അൽ കുഫ്റു മില്ല വാഹിദ, എല്ലാവരും കുഫറിൽ ഒത്തവരാണ് ആ വന്നവരൊക്കെ. അവരെ മടക്കിയത് ബിഗൈദിഹിം, ഗൈദിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ ഈറയോടുകൂടി. അവർ വന്നപ്പോൾ കൊണ്ടുവന്ന ഈറ ആ ഈറയോട് കൂടിയിട്ടാണ് അവരെ മടക്കിയത്. ലം യനാലു ഖൈറ, എങ്ങനെ മടക്കിയത്? പിന്നെ ഒരു ഖൈറും അവർ കരസ്ഥമാക്കാതെ ഒന്നും അവർ നേടിയില്ല. നോക്കിയാൽ നിങ്ങൾ, മക്കത്ത് നിന്ന് മദീനത്തേക്ക് എത്ര ദൂരമുണ്ട്? ആ ദൂരം മുഴുവൻ ഒരു താണ്ടി വന്നു അല്ലേ? അതേപോലെ തന്നെ അതിനേക്കാൾ ദൂരത്തുനിന്ന് വന്നവരുണ്ട്. പിന്നെ അവരുടെ ആൾബലം എത്രയാണ്? ആ ഒരു മദീനയുടെ അതിർത്തിയിലെത്തി മദീന പിടിക്കാനാണ് അവർ വന്നത്. പക്ഷെ ഒരടി മുന്നോട്ട് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ അവർ പറ്റില്ല. ലം യനാലു ഖൈറൻ, ഒരു ഖൈറും അവർ നേടിയില്ല എന്നാണ്. അപ്പോൾ ചിലർ പറഞ്ഞത് റദ്ദല്ലാഹു അല്ലദീന കഫറു ബിഗൈദിഹിം, അവരുടെ ഗൈദോടുകൂടി, ഈറയോടുകൂടി അവർ മടങ്ങി. ലം യനാലു ഖൈറൻ, ഒരു ഖൈറും കിട്ടാത്ത നിലക്ക് മടങ്ങി. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒരു ഖൈറും കിട്ടാത്തതിനാൽ അവർ ഈറയോടുകൂടി മടങ്ങി. റദ്ദല്ലാഹു അല്ലദീന കഫറു, അവിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മടക്കി. ബിഗൈദിഹിം, അവരുടെ ഈറയോടുകൂടി. എന്തുകൊണ്ടാണ് ഈറയോടുകൂടി അവർക്ക് മടങ്ങേണ്ടി വന്നത്? ലം യനാലു ഖൈറൻ, ഒരു ഖൈറും അവർക്ക് കിട്ടിയില്ല എന്നതിനാൽ. പിന്നെ വകഫല്ലാഹുൽ മുഅ്മിനീനൽ ഖിതാൽ, അതവിടെ പ്രത്യേകം വായിക്കേണ്ട ഒരു വിഷയമാണ്. മുഅ്മിനീങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരു യുദ്ധത്തിൻ്റെ ആവശ്യം ഉണ്ടാക്കിയില്ല. കഫ എന്ന് പറഞ്ഞാൽ അവിടെ അഗ്നല്ലാഹു അൽ മുഅ്മിനീന മൗനത്തൽ ഖിതാൽ എന്നാണ്. അതായത് ഒരു യുദ്ധം ചെയ്യുമ്പോൾ എന്തൊക്കെ വേണം? ശാരീരികമായി അധ്വാനിക്കണം, സാമ്പത്തികമായി വിനിയോഗിക്കണം, പിന്നെ എന്തൊക്കെ വേണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെയും എന്ത് ചെയ്തു? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കി. അതാണ് അവിടെ ഉദ്ദേശം. കഫ അള്ളാഹു എന്നുള്ളതിന് ഹസിബ എന്ന അർത്ഥമുണ്ട്, അഗ്ന എന്ന അർത്ഥമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ഒഴിവാക്കി എന്നുള്ളതാണ്. അത് അവിടെ മാത്രമല്ല, നിങ്ങൾ ചരിത്രം നോക്കിയാൽ ഈ ഖന്തഖ് യുദ്ധം ഹിജ്റയുടെ 5-ൽ, അതിനെ തുടർന്ന് നോക്കി പിന്നെ യുദ്ധങ്ങളുണ്ടാ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുറൈശികളോടുള്ള യുദ്ധം ഉണ്ടായിട്ടില്ല പിന്നീട്, മക്കം ഫതഹ് അല്ലാതെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ തുടർന്ന് ഖൈബർ വന്നു, അത് യഹൂദരോട്. പിന്നെ വന്നത് മക്കം ഫതഹാണ്. മക്കം ഫതഹിൽ യുദ്ധമല്ല, ഉണ്ടായിട്ടില്ല. പിന്നെ തായിഫ്, ഹുനൈൻ, ഇതൊക്കെ വന്നതൊന്നും ഖുറൈശികളോടല്ല, മനസ്സിലായില്ലേ? അതൊക്കെ അവിടെ ഈ ഹവാസിൻ ഗോത്രത്തിൻ്റെ ഉപഗോത്രങ്ങളോടൊക്കെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും
മുഅ്മിനീങ്ങൾക്ക് യുദ്ധം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കി എന്നുള്ളതാണ് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വകഫല്ലാഹുൽ മുഅ്മിനീന ഖിതാൽ വകാന അല്ലാഹു ഖവിയ്യൻ അസീസ നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ബനു ഖുറൈദ ഗോത്രക്കാരുള്ള യുദ്ധത്തിൻ്റെ വിഷയം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 25 ദിവസം മസ്ജിദ് നബവിയുടെ പരിസരത്ത് നിന്ന് പോയി. ഇവിടെയാണ് ബനു ഖുറൈദ, വിശുദ്ധ മദീനയുടെ കിഴക്ക്, ഹറ-ഷർഖിയ കിഴക്ക് ഭാഗത്താണ്. കിഴക്ക് തെക്ക് ഭാഗത്താണ് ബനു ഖുറൈദ. ഇവിടെയാണ് ബനു ഖുറൈദ. ഏറ്റവും മദീനയിൽ നിന്ന് അകലത്തിൽ കഴിയുന്ന ജൂതഗോത്രമാണ് ബനു ഖുറൈദ. ഇവിടെയാണ് ബനു നദീർ, അവരൊന്നുകൂടി അടുത്താണ് മദീനയോട്. പിന്നെ ഇവിടെ ആയിരുന്നു ബനു ഖൈനുഖ, അവരൊന്നുകൂടി അടുത്തായിരുന്നു മദീനയോട്. 3 ജൂതഗോത്രങ്ങൾ. അതിലേറ്റവും അകലത്തിലുള്ള ഗോത്രമായിരുന്നു ബനു ഖുറൈദ. ഇവിടെ 25 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചു കൂട്ടി സഹാബത്തിനെയും കൊണ്ട് അവരെ ഉപരോധിച്ചിട്ട്. ഇനി ആ വിഷയം അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ചരിത്രം പറഞ്ഞത് പറയാൻ കാരണം ഈ ബനു ഖുറൈദ നടത്തിയ കൊലച്ചതി, കൊടുംചതി, അതിൻ്റെ വിഷയം നമ്മൾ ഈ സൂറത്തിൽ പ്രത്യേകം മനസ്സിലാക്കിയതാണ്. അവരുടെ പുരുഷന്മാർ വധിക്കപ്പെട്ടു. അത് ആ വധിക്കപ്പെട്ടത് എന്തിന് എന്ന് മനസ്സിലാക്കേണ്ട അനിവാര്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ക്ലാസ് തന്നെ അത് വിശദീകരിച്ചത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കിടങ്ങി യുദ്ധം അവസാനിച്ചതിൽ പിന്നെ മുശ്രിക്കുകൾക്കും സഖ്യകക്ഷികൾക്കും എന്ത് പറ്റി അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഇനി ഇവരാണ് വിഷയം. ബനു ഖുറൈദ, അവരെ കുറിച്ച് അല്ലാഹു പറയുന്നത് വഅൻസലല്ലദീന ബാഹറൂഹും മിൻ അഹ്ലിൽ കിതാബ്. വഅൻസല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. അൻസല, അല്ലാഹു സുബ്ഹാനഹു വ തആല പടി ഇറക്കി. ആരെ ഇറക്കി? അല്ലദീന ബാഹറൂഹും മിൻ അഹ്ലിൽ കിതാബ്. അല്ലദീന ഒരു കൂട്ടരെ, അവരുടെ പ്രത്യേകത ബാഹറു, അവർ സഹായിച്ചു, പിന്തുണച്ചു. ആവനു, അവർ പിന്തുണച്ചു. ഹും, അവരെ. ആരെന്ന് പറഞ്ഞാൽ ആരെ? ഈ ആയത്തിന് തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്? വറദ്ദല്ലാഹു അല്ലദീന കഫറു എന്ന് പറഞ്ഞേ, ബിഗൈരി. സഖ്യകക്ഷികളെ കുറിച്ചാണ് പറഞ്ഞത്. ഈ സഖ്യകക്ഷികളെ, അവരെ പിന്തുണച്ചവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. അത് ഉദ്ദേശിക്കുന്നത് ബനു ഖുറൈദ, അവരെ അള്ളാഹു ഇറക്കി. വഅൻസലല്ലദീന ബാഹറൂഹും, സഖ്യകക്ഷികളെ സഹായിച്ച പിന്തുണച്ചവരെ അള്ളാഹു ഇറക്കി. ഈ ബാഹറു സഹായിച്ചവർ ആരാണ്? അവർ മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലിൽ കിതാബിൽ പെട്ടവരാണ്, അഹ്ലിൽ കിതാബിൽ നിന്നുള്ളവരാണ്. അപ്പം മിൻ തബഈദിയ എന്ന് പറയും, അല്ലെങ്കിൽ അഹ്ലുൽ കിതാബാണ്. അപ്പം മിൻ ബയാനിയ എന്ന് പറയും. അതായത് അല്ലദീന ബാഹറു, അവരെ പിന്തുണച്ചവർ എന്ന് പറഞ്ഞില്ല, അതിനെ വ്യക്തമാക്കണം. ആരാണ്? അവർ അഹ്ലുൽ കിതാബാണ്, വേദക്കാരാണ്. അപ്പോൾ വേദക്കാരായ ഒരു കൂട്ടർ ഈ സഖ്യകക്ഷികളെ പിന്തുണച്ചു, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. ഉദ്ദേശം ഈ ബനു ഖുറൈദയാണ്. നോക്കണം നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞ എന്തിനാ? അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞത് ബനു ഖുറൈദ എന്ന് പറയാതെ, ഇവർ വേദത്തിൻ്റെ ആളുകളാണ്. അവർക്ക് ശരിക്കറിയാം ആരെക്കുറിച്ച്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്. ഈ നബിക്കെതിരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും സഹായിക്കാൻ പാടില്ല, പിന്തുണക്കാൻ പാടില്ല എന്നുള്ളത് ഇവർക്കറിയാം. എന്നിട്ടാണ് അവരെന്ത് ചെയ്തത്? ഈ സഖ്യകക്ഷികളെ പിന്തുണ. ഞാൻ പറഞ്ഞില്ലേ കഅബ് ഇബ്നു അസദിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ? പിന്നെ ഹുയയ്യ്, ബനു നദീർ ഗോത്രക്കാരൻ വന്നിട്ട് അവർ പറയാണ്, പിന്നെ വാതിലോർക്ക, ഹുയൈനെ കണ്ടപ്പോൾ തന്നെ വാതിലടച്ച്, ഇന്നക റജുലുൻ മശ്ഊം, നീ ശകുനാണ് നട്ട്. ഈ കഅബ് ഇബ്നു അസദ് പറയുന്നത് എന്താണ്? മാ വജദ്തു മിൻ മുഹമ്മദിൻ ഇല്ലാ വഫാ വസിദ്ഖ. മുഹമ്മദിൽ നിന്ന് ഞാൻ വഫാവും സിദ്ഖും അല്ലാതെ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ കരാർ ലംഘിക്കാനില്ല എന്ന് ഇയാൾ പറയുന്നുണ്ടല്ലോ. അവർക്കറിയാം. പിന്നെ ഇവർ ഉപരോധിക്കപ്പെട്ട ആളുകളോട് പറയുന്നുണ്ട്, ഖുറൈദക്കാരോട് പറയുന്നുണ്ട്, ഖുറൈദക്കാരെ നിങ്ങൾക്കറിയാം സത്യപ്രവാചകനാണെന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മുഹമ്മദിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് മുഹമ്മദിനെ അംഗീകരിക്കാൻ സത്യപ്പെടുത്താം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും അവരെന്ത് ചെയ്തു? വേദക്കാരായിട്ട് അവർ ഈ അഹ്സാബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ പിന്തുണച്ചു, സഹായിച്ചു. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. അതാണ് പറയുന്നത്. എവിടെ നിന്നിറക്കി? മിൻ സയാസീഹിം,
മിൻ സയാസിഹിം. സയാസി എന്നുള്ളത് ഈ സിയ എന്നതിൻ്റെ ബഹുവചനം സിയ എന്ന് പറയും. സിയ അതിൻ്റെ ബഹുവചനാണ് സയാസി. ഇവിടെ ഉദ്ദേശം ഹുസൂൻ, കോട്ടകൾ. സിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ട, അതിൻ്റെ ബഹുവചനാണ് സയാസി, കോട്ടകൾ. ഒരു കവിതയിലുണ്ട്, അസ്ബഹത്ത് സീറാനു ഗർഖ വ അസ്ബഹത്ത് നിസാഉ തമീമിൻ യൽതഖിത്ന സയാസിയ. കാളകൾ വെള്ളത്തിൽ മുങ്ങി ചത്തു. അതാണ് വഅസ്ബഹത്ത് സീറാനു ഗർഖ, കാളകൾ വെള്ളത്തിൽ മുങ്ങി ചത്തു. വ അസ്ബഹത്ത് നിസാഉ തമീമിൻ, അപ്പോൾ തമീമിലെ സ്ത്രീകൾ ആയി യൽതഖിത്ന, പെറുക്കിയെടുക്കുന്നവർ. എന്ത്? സയാസിയ എന്നാണ്. കാളകൾ വെള്ളത്തിൽ മുങ്ങി ചത്തപ്പോൾ അവയുടെ തല മുറിച്ച് തമീം ഗോത്രത്തിലെ സ്ത്രീകൾ അതിൻ്റെ കൊമ്പുകളെ എടുത്തു എന്നാണ് അവിടെ കവി പറയുന്നത്. അപ്പോൾ സിയ എന്നതിന് കൊമ്പ് എന്നർത്ഥമുണ്ട്, കോട്ട എന്നർത്ഥമുള്ളത് പോലെ തന്നെ കൊമ്പ് എന്നർത്ഥമുണ്ട്. സയാസി എന്ന് പറഞ്ഞാൽ കൊമ്പുകൾ എന്നും അർത്ഥമുണ്ട്. ഇവിടെ കോട്ടകൾ എന്നാണ്. എന്തിനാണ് പെണ്ണുങ്ങൾ കൊമ്പുകൾ എടുക്കുന്നത്, കാളക്കൊമ്പുകൾ എടുക്കുന്നത്? തമീമിലെ സ്ത്രീകൾ ഈ കൊമ്പുകൾ എടുക്കുന്നത്, അവർ ഈ കൊമ്പുകൾ കൊണ്ട് ചെപ്പുകൾ ഉണ്ടാക്കും. ചെപ്പുകൾ അതിൽ സുഗന്ധദ്രവ്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി. അപ്പോൾ കൊമ്പുകൾ കൊണ്ട് ഇങ്ങനെ ചെപ്പികളും മറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ വിൽക്കും. അതേപോലെ സുഗന്ധദ്രവ്യങ്ങൾ സൂക്ഷിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ സയാസിയ കൊമ്പിന് പറയുന്നത്. കാരണത്താലും ചില പണ്ഡിതന്മാർ പറഞ്ഞ് പ്രതിരോധിക്കാൻ, മറ്റൊന്നിൽ നിന്ന് തന്നെ പ്രതിരോധിക്കാൻ ഉപയോഗപ്പെടുത്തുന്നതിനൊക്കെ സയാസി എന്ന് പറയും. കോട്ടകൾ പ്രതിരോധിക്കാനാണ്, തങ്ങളെ പ്രതിരോധിക്കാനാണ്. കൊമ്പ് കാളക്ക് എന്തിനാ? പ്രതിരോധിക്കാനാണ്. അപ്പോൾ പ്രതിരോധിക്കുന്ന വസ്തുവകകൾക്കൊക്കെ സിയ എന്ന് പറയും. അതുകൊണ്ട് കൊമ്പ്, കോട്ട ഇതിനൊക്കെ എങ്ങനെ പറയും? സിയ. അതിൻ്റെ ബഹുവചനാണ് സയാസിയ. ഏതായാലും ഇവരെ വേദക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് മിൻ സയാസിഹിം, അവരുടെ കോട്ടകളിൽ നിന്നാണ്. വഖദഫ ഫീ ഖുലൂബിഹിം അർറുഅബ്. ഖദഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറിഞ്ഞാ പറയാം അല്ലേ? ഖദഫ എറിഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല എറിഞ്ഞു. ഫീ ഖുലൂബിഹിം, അവരുടെ കൽബുകളിൽ. ആരുടെ കൽബുകളിൽ? ഈ പിന്തുണച്ചവരുടെ കൽബുകളിൽ അള്ളാഹു എറിഞ്ഞു പിടിപ്പിച്ചു എന്നർത്ഥം. എന്തിനു പിടിപ്പിച്ചു? അർറുഅബ്. അൽ ഫസ, പേടി. അൽ ഖൗഫ് വൽ ഫസ, ഭീതി. വഖദഫ ഫീ ഖുലൂബിഹിം അർറുഅബ, പേടി അള്ളാഹു അവരുടെ ഹൃദയത്തിൽ എറിഞ്ഞു പിടിപ്പിച്ചു എന്നാണ്. അങ്ങനെ പേടി അവരിൽ നന്നായി സ്വാധീനിച്ചു, അവരുടെ കൽബുകളിൽ ചെലുത്തി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പം വേണ്ട, ഇവർ ബനൂ ഖുറൈള ഇവിടെ ഉപരോധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഉപരോധത്തിൻ്റെ ഒടുവാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്ത്? അവരെ കോട്ടകളിൽ നിന്ന് ഇറക്കി. അവർ സുരക്ഷിതമായ അവരെ കോട്ടകൾക്കുള്ളിലായിരുന്നു. പക്ഷേ ആ കോട്ടകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇറക്കി. അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പേടിയെ ഇട്ടുകൊടുത്തു, പിടിപ്പിച്ചു. അതുകൊണ്ടാണ് ഇവരുടെ നേതാവ്, ഈ കഅബ് ബിൻ ഉസൈദിൻ്റെ നേതാവ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഖുറൈളക്കാരെ കോട്ടയിൽ വിളിച്ചിട്ട് പറയാണ്, ഒന്നുകിൽ നമുക്ക് മുഹമ്മദിലേക്ക് ഇറങ്ങി ചെന്നിട്ട് വിശ്വസികളാകാം, അല്ലെങ്കിൽ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആയുധം എടുത്തിട്ട് ഇറങ്ങിയിട്ട് പോരടിച്ചിട്ട് മരിക്കാം. എന്തിനാ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, സ്വന്തം ഭാര്യമാരെയും മക്കളെയും കൊന്നിട്ട് ആയുധം എടുത്തിട്ട് നമുക്ക് ഇവരോട് പോരടിച്ചിട്ട് മരിക്കാമെന്ന് പറയാണ്. എന്തിനാ? അതായത് ചില ആളുകൾക്ക് കോട്ടയിൽ നിന്ന് ഇറങ്ങാനുള്ള പ്രശ്നം എന്താ? ഭാര്യയും കുട്ടികളും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരാണ് കൊന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആയുധം എടുത്തിട്ട് ഇറങ്ങിയിട്ട് മരിക്കുകയാണെങ്കിൽ മരിക്കുക, ഇനി അഥവാ ജയിക്കുകയാണെങ്കിലോ അപ്പോൾ പിന്നെ ഇതൊക്കെ കിട്ടും, ഭാര്യമാരെ കിട്ടും, മക്കളെ കിട്ടും. ഇതാണ് അവരുടെ വെപ്പ്. ആ പേടിൻ്റെ ഊക്കാണ് അത് വർത്താനം. അല്ലെങ്കിൽ നമുക്ക് കോട്ടനുള്ളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ലൈലത്ത് സബത്ത്, ശനിയാഴ്ച രാവിൽ നമുക്ക് എന്ത് ചെയ്യാം? ചതിയിൽപ്പെടുത്താം. അതായത് സബത്ത് നാളിൽ യഹൂദന്മാരൊന്നും ചെയ്യൂല അല്ലേ? അവർ സബത്ത് ആചരിക്കുന്നവരാണ്. അപ്പോൾ യുദ്ധം ചെയ്യൂല എന്നറിയാം. അപ്പം മെല്ലെ മുഹമ്മദിനെയും കൂട്ടരെയും അവരിലേക്ക് ഇറങ്ങി ചെന്നിട്ട് സബത്തല്ലേ, നമ്മളൊന്നും ചെയ്യൂല, പക്ഷെ നമുക്ക് അവരെ പറ്റിക്കാം എന്ന് പറഞ്ഞാൽ ചതിയിൽ കൊല്ലാം, ആക്രമിക്കാം എന്നാണ് പറയുന്നത്.
അപ്പോൾ അവർ മൂന്നിനും സമ്മതിച്ചില്ല. അവർ പറഞ്ഞ് ഞങ്ങൾ ഒരിക്കലും മുഹമ്മദിനെ വിശ്വസിക്കാനില്ല, ഈ കുട്ടികളെയും സ്ത്രീകളെയും കൊന്നിട്ട് പിന്നെ അതിന് ശേഷം നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, ആ പരിപാടിക്കില്ല. നേതാവിനോട് പറയാണ് കുറേ ഇതക്കാർ. മൂന്നാമത് പറഞ്ഞത് ഞങ്ങൾ ലാ നുഫ്സിദു സബ്ത്, സാബത്ത് യൗമു സബ്ത്, അതിനൊരിക്കലും ഞങ്ങൾ അപകടപ്പെടുത്തില്ല എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് പിന്നെ എന്ത് ചെയ്തത്, അവർ അബൂ ലുബാബ റളിയല്ലാഹു തആല അന്വേഷിച്ചത്. ഞങ്ങൾ എന്താണോ മുഹമ്മദ് വിധിക്കുന്നത് ആ വിധിയെ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം പറയുന്ന വിഷയം അപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഏതായാലും ഇവിടെ അതാണ് വഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ്, അവരുടെ കൽബുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല പേടിയെ ഇട്ടുകൊടുത്തു. അത് നല്ല ഊക്കിൽ അവിടെ നന്നായി സ്വാധീനിക്കും വിധം. ഇത് വേറൊരിടത്തും പറയാണ് ഈ ഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ് ഹശറിൽ. അത് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഇവരുടെ സഹോദരന്മാരെ കുറിച്ച്. ഇത് ഖുറൈദയെക്കുറിച്ച്. വഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ്, അവരുടെ സഹോദരങ്ങളാണ് ബനു നദീർ, ഇതേപോലെ ചതിയന്മാർ. അവരുടെ വിഷയത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ്. ഈ ശൈലി രണ്ടിടത്തെ പ്രയോഗിച്ചിട്ടുള്ളൂ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ. അതൊന്ന് ബനു ഖുറൈദയെക്കുറിച്ചും മറ്റൊന്ന് ബനു നദീറിനെ കുറിച്ചും. അവിടെ ഹുവല്ലദീ അഖ്റജൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി മിൻ ദിയാരിഹിം ലിഅവ്വലിൽ ഹശ്ർ മാ ظننتم أن يخرجوا وظنوا أنهم مانعتهم حصونهم من الله فأتاهم الله من حيث لم يحتسبوا وقذف في قلوبهم الرعب وقذف في قلوبهم الرعب. കണ്ടോ, ഈ ബനൂ നദീറിനെയും അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ആ പേടി ഏറ്റത് കാരണത്താലാണ് അവർ യുഖ്രിബൂന ബുയൂതഹും ബിഐദീഹിം, അവരുണ്ടാക്കിയ കോട്ടകൾ വീടുകൾ അത് അവരുടെ കയ്യാൽ അവർ പൊളിക്കണ അവസ്ഥ വന്നു. അത്ര പേടി. അല്ലാഹു സുബ്ഹാനഹു വതആല വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അള്ളാഹിൻ്റെ സൈന്യങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. ഇത് പഠിച്ചുകൊൻ്റെ ഒരു സൈന്യമാണ് ഈ പേടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ മനുഷ്യന് ഒന്നിനും കഴിയില്ല എന്നുള്ളതാണ്. എന്ത് ചെയ്താലും അത് പൂർണ്ണത വരിക്കില്ല, അത് ശരിയാവില്ല പേടി വന്ന. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറഞ്ഞല്ലേ ബദറിൽ, വലൈക്കും സലാം, മലക്കുകളോട് ബദറിൽ പറഞ്ഞ എന്താ, ഇദ് യൂഹി റബ്ബുക ഇലൽ മലായികതി അന്നി മഅകും ഫസബ്ബിതു അല്ലദീന ആമനു സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ്. മലക്കുകളോട് പറയുന്നത് സഉൽഖി, ഞാൻ ഇടും, ഫീ ഖുലൂബിൽ ലദീന കഫറു, അവിശ്വസിച്ചവരുടെ കൽബുകളിൽ എന്തിനെ കൊണ്ടിടും, അർ-റുഅബ്, റുഅബിനെ കൊണ്ടിടും. അത് മലക്കുകളോട് പറയണം. അതുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പറയാണ്, വിശ്വാസികൾക്ക് സ്ഥൈര്യം നൽകാൻ പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്യുന്ന ഒരു വിഷയമാണ്. ആ വിശ്വാസികളുടെ കൽബുകളിൽ ഞാൻ പേടിയിട്ട് കൊടുക്കുന്നു. അത് വലിയൊരു വിഷയമാണത്, വലിയൊരു വിഷയമാണ് എക്കാലത്തും. ഇപ്പോഴത്തെ ഈ ആധുനിക വായനയിൽ ഒരു കവി ഈ ഫലസ്തീനികളെ കുറിച്ച് പറയണം, വൽ ഖത്ലു ഫീന വഫീകുമുർ റുഅബ്. അതൊരു കവിതയാണ്. വൽ ഖത്ലു ഫീന, വധം നടക്കണം, മനുഷ്യൻ കൊല ചെയ്യപ്പെടുന്നതൊക്കെ ഇവിടെയാണ്. പക്ഷെ പേടി എവിടെയാണ്? എവിടെ? ജൂതന്മാരുടെ അടുത്താണ്. ജൂതന്മാർ പേടിയിലാണ്, തികഞ്ഞ പേടിയില്ല. അവിടെ ആയുധങ്ങളുണ്ട്, അവർ ആയുധം പ്രയോഗിക്കുന്നുണ്ട്, അവരുടെ ആയുധ പ്രയോഗത്തിലൊക്കെ മരിച്ചു വീണത് ഇവിടെയാണ്. പക്ഷെ ഇവിടെ പേടിയില്ല. പേടി എവിടെയാണ്? അതുകൊണ്ട് അവരുടെ ജീവിതം ആലോചിച്ച് നോക്കി, ഒരിക്കലും സ്വസ്ഥതയിലല്ല അവർ ജീവിക്കുന്നത്, അവരെ പേടിയാണ് ഭരിക്കുന്നത് എന്നുള്ളതാണ്. കവി സിത്തൂന ആമൻ ഒരു കവിത, 60 വർഷങ്ങളായി നമ്മൾ പോരാട്ടത്തിലാണ്. പക്ഷേ ഈ 60 വർഷത്തിൽ വൽ ഖത്ലു ഫീന, മനുഷ്യൻ കൊല്ലപ്പെടുന്നത് ഇവിടെയാണ്, വഫീകുമുർ റുഅബ്, പക്ഷേ പേടി നിങ്ങൾ അവിടെയാണെന്ന് പറയുന്നത്. സ്വസ്തി കുറവ്. അതുകൊണ്ടാണ് ഈ അന്തം മൂടില്ലാതെ ഇങ്ങനെ ഈ ആയുധപ്രയോഗങ്ങളും ഇതൊക്കെ നടക്കുന്നത്. എത്ര മനുഷ്യന്മാർ തന്നെ കൊല്ലപ്പെട്ടിട്ടും, സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടിട്ടും ഒരു മനഃശാഞ്ചല്യം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഈ പേടിൻ്റെ ഊക്ക് കാരണത്താൽ. അല്ലാഹുൽ മുസ്തആൻ. തയ്യിബ്, അലാ കുല്ലി നമ്മൾ പറഞ്ഞതാണ് വഖദഫ ഫീ ഖുലൂബിഹിം അർ-റുഅബ. അല്ലാഹ് പറയാണ് ഫരീഖൻ തഖ്തുലൂന വതഅ്സിറൂന ഫരീഖ എന്നാണ്. എന്താ ഫരീഖൻ തഖ്തുലൂൻ, ഒരു വിഭാഗത്തെ നിങ്ങൾ വധിക്കുന്നു. വിശ്വാസികളോട് പറയുന്നത് തഖ്തുലൂൻ എന്നാണ്, നിങ്ങൾ വധിക്കുന്നു. ഫരീഖൻ, ഈ ബനൂ ഖുറൈദ ഒരു വിഭാഗത്തെ നിങ്ങൾ വധിച്ച വിഭാഗം അവരാരാണ്? അവരെക്കുറിച്ച് എന്താ പറഞ്ഞത്? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ വിധിയാണല്ലോ. ആരെയാണ് വധിച്ചത്? അവരിൽ മുഖാത്തിലത്ത്,
യുദ്ധപ്രായം എത്തിയവർ, യുദ്ധം നയിക്കുന്നവരെ കൊല്ലാനാണ് പറഞ്ഞത്. അതാണ് ഫരീഖൻ തഖ്തുലു. അതിൽ തന്നെയും ഈ നിങ്ങൾ വധിക്കുന്നതാണ് ഈ മുഖാത്തിലത്തിനെ കൊല്ലാനാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതിൽ തന്നെയും സഅലബ, അതേപോലെ തന്നെ ഉസൈദ്, അതേപോലെ തന്നെ അസദ് ഇബ്നു ഉബൈദ്, സഅലബ ഇബ്നു സഅന, ഉസൈദ് ഇബ്നു സഅന, അസദ് ഇബ്നു ഉബൈദ് 3 യഹൂദ നേതാക്കന്മാരിൽപ്പെട്ടവരാണ്. ഇവരെന്ത് ചെയ്തിട്ടില്ല, കൊന്നിട്ടില്ല. കാരണം സഅദ് ചരിത്രത്തിൽ ഇവരെ കൊല്ലാനുള്ള ആ വിധി പറഞ്ഞല്ലോ, ആ തലേന്ന്, ആ വിധി വരുന്നതിൻ്റെ തലേന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഇവരിലെ മുഖാത്തിലത്തിനെ വധിക്കണം എന്ന് വിധിക്കുന്ന പകലുണ്ടല്ലോ, അതിൻ്റെ തലേന്ന് രാത്രി ഇവർ 3 പേരും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചു. ഇവർ വധിക്കപ്പെട്ടില്ല. പിന്നെ ഈ ബനു ഖുറൈദയെ ഉപരോധിച്ചപ്പോൾ മുഹമ്മദ് ഇബ്നു മസ്ലമയായിരുന്നു അവിടെ കാവൽ, രാത്രി കാവൽ. മുഹമ്മദ് ഇബ്നു മസ്ലമ പറയാണ്, ഞാൻ കാവൽ നിൽക്കുമ്പോൾ ഒരാൾ വരികയാണ്, രാത്രി ഒരാൾ വരികയാണ്. അയാളുടെ പേര് അംർ ഇബ്നു സഅദ് അൽ ഖുറദി, അംർ എന്നാണ് അയാളുടെ പേര്. അയാൾ വന്നിട്ട് പറയുക, അയാളെ കണ്ടപ്പോൾ തന്നെ മുഹമ്മദ് ഇബ്നു മസ്ലമ പറയാണ്, ഒരു ചതിയൻ അല്ല, ആ ഒരു വായനയില്ല, നല്ലൊരു മനുഷ്യൻ്റെ ഭാഗം. അദ്ദേഹം അവിടുന്ന് പ്രഖ്യാപിക്കാണ്, വല്ലാഹി ലാ അഗ്ദിറു മുഹമ്മദൻ അബദ, ഞാൻ ഒരിക്കലും മുഹമ്മദിനെ ചതിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ച ആളാണ് അയാൾ, ഈ അംർ ഇബ്നു സഅദ് അൽ ഖുറബി. ബനു ഖുറൈദ കരാറ് ലംഘിച്ചല്ലോ, അന്ന് അയാളുടെ പ്രഖ്യാപനമാണത്, വല്ലാഹി ലാ അഗ്ദിറു മുഹമ്മദൻ അബദ, ഒരിക്കലും ഞാൻ മുഹമ്മദിനെ ചതിക്കൂല എന്ന് അയാൾ പ്രഖ്യാപിച്ചു. അങ്ങനെ ഈ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖാത്തിലത്തിനെ വധിക്കണം എന്ന വിധി വരുന്നതിൻ്റെ തലേന്ന് രാത്രി ഇയാൾ കോട്ടയിൽ നിന്ന് ഇറങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ രക്ഷപ്പെടുത്താണ്. കോട്ടയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മുഹമ്മദ് ഇബ്നു മസ്ലമയാണ് കാവൽ നിൽക്കുന്നത്. ആ മുഹമ്മദ് ഇബ്നു മസ്ലമ അദ്ദേഹത്തെ കണ്ട മാത്രയിൽ അദ്ദേഹത്തെ പോകാൻ വിട്ടു എന്നാണ്. അങ്ങനെ അദ്ദേഹം മസ്ജിദ് നബവിയിൽ വന്നിട്ട് അന്ന് രാത്രി അന്തി ഉറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വിവരം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞത്, നജ്ജാഹുല്ലാഹു ബി വഫാഇഹി, അദ്ദേഹത്തിൻ്റെ കരാർ പാലനം, അതിനാൽ അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഈ വ്യക്തി ഉണ്ടല്ലോ, അംർ ഇബ്നു സഅദ് അല്ലെങ്കിൽ അംർ ഇബ്നു സൗദ അൽ ഖുറദി എന്ന് പറയുന്ന വ്യക്തിയെ ആ രാത്രി അദ്ദേഹം മസ്ജിദ് നബവിയിൽ അന്തി ഉറങ്ങി. പിന്നീട് ചരിത്ര റിപ്പോർട്ട് എന്ന് പറയുന്നത്, പിന്നെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ത് എന്നുള്ളത് അറിയപ്പെട്ടിട്ടേ ഇല്ല എന്നാണ്. അദ്ദേഹം എങ്ങോട്ട് എവിടെ എന്നുള്ളത് അറിയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, നജ്ജാഹുല്ലാഹു ബി വഫാഇഹി, കരാർ പാലനം എന്ന സ്വഭാവമുള്ളത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അല്ല അംർ ഇബ്നു ജമൂഹും അതൊക്കെ വേറെ, അവർ ബനു സലമ ഗോത്രം, മദീനയിൽ അവർ അൻസാരികൾ, ഇത് യഹൂദന്മാർ. ഏതായാലും ഇവരിൽ മുഖാത്തിലത്ത് കൊല്ലപ്പെടണം എന്നാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു വിധിച്ചത്. പക്ഷേ അവരിൽ തന്നെയും ഇവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചു. അതിൻ്റെ ഈ വിധി വരുന്നതിന് മുമ്പ് അവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിടുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പറയപ്പെട്ട വ്യക്തിയെ, ബാക്കിയുള്ളവരെ വധിച്ചു. അതാണ് ഫരീഖൻ തഖ്തുലൂൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു. വതസിറൂന ഫരീഖ, തസിറൂൻ എന്നാണ് എന്താ, നിങ്ങൾ ബന്ദികളാക്കുന്നു, തടവിലാക്കുന്നു. വതസിറൂൻ, നിങ്ങൾ ബന്ദികളാക്കുന്നു. ഫരീഖൻ, മറ്റൊരു വിഭാഗത്തെ. ആ ഫരീഖൻ എന്നുള്ളത് ബനു ഖുറൈദയിലെ സ്ത്രീകളും കുട്ടികളും അവരെ നിങ്ങൾ ബന്ദികളാക്കുന്നു. ഈ കാബ് അൽ ഖുറദി അതിൽപ്പെട്ടതാണ്. കാബ് അൽ ഖുറദി, ഇദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദ് ബിൻ കാബ് അൽ ഖുറദി. നമ്മൾ തഫ്സീറുകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ കുറേ നമ്മൾ ഇദ്ദേഹത്തെ വായിക്കും. മുഹമ്മദ് ബിൻ കാലബിഹി മുഹമ്മദ് അൽ ഖുറദി, കാലബിഹി മുഹമ്മദ് അൽ ഖുറദി, മുഹമ്മദ് അൽ ഖുറദി പറഞ്ഞു നിങ്ങൾ വായിക്കും. ആ മുഹമ്മദ് ആരാ? ആ മുഹമ്മദ് ബനു ഖുറൈദക്കാരനാണ്, അതുകൊണ്ടാണ് ഖുറദി. അദ്ദേഹത്തിൻ്റെ വാപ്പ കാബ്. ഈ കാബ് ഈ ഇതിൽ രക്ഷപ്പെട്ടതാണ്. ഫരീഖൻ തസിറൂൻ എന്നല്ലേ, അല്ല തസിറൂന ഫരീഖൻ എന്നല്ലേ.
നിങ്ങളൊരു വിഭാഗത്തെ ബന്ദികളായി പിടിക്കുന്നു. ആ ബന്ദികളായി പിടിക്കപ്പെട്ടവരിൽപ്പെട്ടാണ് ആളാണ് കഅബ്. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് അറിയപ്പെട്ട മുഫസ്സിർ, വിശുദ്ധ ഖുർആൻ്റെ തഫ്സീർ അതിൽ പണ്ഡിതൻ. വേറെയും ആളുകൾ ഇപ്പം ഇമാം മാലിക്കിൻ്റെ ഒക്കെ ഉസ്താദുമാരിൽപ്പെട്ട ഹദ്ദസന സാലബത്തു, ഇങ്ങനെ കാണാം ഹദീസിൽ ഹദ്ദസന സാലബ, നമ്മോട് സാലബ പറഞ്ഞു. സാലബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതിൽ രക്ഷപ്പെട്ട സാലബയാണ്, ഇമാം മാലിക്കിൻ്റെ റാവിമാരിൽപ്പെട്ട. അബൂ ലുബാബ ഇബ്നുൽ മുൻദിർ അൽ അൻസാരി, അദ്ദേഹം ഇങ്ങനെ കാണിച്ചല്ലോ നിങ്ങൾക്കുള്ള വിധി ഇതാണെന്ന്. അതൊരു ചതിയായിരുന്നു. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, വേഗം മസ്ജിദ് നബവിയിൽ പോയിട്ട് അദ്ദേഹത്തിനെ കെട്ടിയിട്ട് അള്ളാഹു എൻ്റെ തൗബ സ്വീകരിച്ചു എന്നുള്ളത് അറിയപ്പെടുന്നത് വരെ ഇത് ഞാൻ കഴിക്കൂല, ശാസ്ത്രമതങ്ങൾ ഇത് കഴിക്കണം എന്നാണ് പറഞ്ഞത്, റഹ്മക്കല്ല. അങ്ങനെ അദ്ദേഹം മസ്ജിദ് നബി പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ തൗബ സ്വീകരിച്ചു. ആ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചു. പിന്നെ റസൂലാണ് പോയിട്ട് അദ്ദേഹത്തെ അയച്ചു വിടുന്നത്, അബൂ ലുബാബ ഇബ്നുൽ മുൻദിർ അൽ അൻസാരി. അതാണ് ഇവിടെ വിഷയം. സിറൂന ഫരീഖ, ഈ ബന്ദികളായി പിടിക്കപ്പെട്ടവരിൽ കുറേ മഹത്തുക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇസ്ലാമിക ചരിത്രത്തിൽ കുറേ മഹത്തുക്കൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധൻ മുഹമ്മദ് ബിൻ കഅബ് അൽ ഖുറദിയാണ്. താബിഈങ്ങളുടെ ചരിത്രം എഴുതിയപ്പോൾ ഇദ്ദേഹത്തെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് മസ്ജിദ് നബവിയുമായി ബന്ധപ്പെട്ട് കുറേ ചരിത്രങ്ങളും വിഷയങ്ങളും ഉണ്ട്. മുഹമ്മദ് ബിൻ കഅബ് അൽ ഖുറദി. നമ്മളിവിടെ പറഞ്ഞത് വഅൻസലല്ലദീന ബാഹറൂഹും, ബാഹറ അത് നമ്മൾ പറയാം, ബാഹറ എന്ന് പറഞ്ഞാൽ എന്താ, വൽ മലായികത്തു ബഅദ ദാലിക ബഹീർ എന്ന് പറഞ്ഞാൽ, ബാഹറ എന്ന് പറഞ്ഞാൽ ആവന, സഹായിച്ചു, ആവന എന്ന് സഹായിച്ചു. വൽ മലായികത്തു ബഅദ ദാലിക ബഹീർ, എന്താ അവിടെ നസീർ, നാസറ എന്നൊക്കെ അർത്ഥം അതിൽ പറയും. നാസറ, നസീർ, സഹായിച്ചു എന്നാണ് ബാഹറ. വൽ മലായികത്തു ബഅദ ദാലിക ബഹീർ, അതിനപ്പുറം മലക്കുകളും ബഹീറാണെന്ന് പറഞ്ഞത്, നസീർ സഹായിയാണെന്ന് പറഞ്ഞത്. ആർക്ക് സഹായി, എന്താ വിഷയം അവിടെ? വഇൻ തബാഹറ അലൈഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ നിങ്ങൾ ഇരുവരും പരസ്പരം സഹകരിച്ചാൽ ഫഇന്നല്ലാഹ ഹുവ മൗലാഹു വജിബ്രീലു വസാലിഹുൽ മുഅ്മിൻ. ആരെക്കുറിച്ചത്? ആയിഷയും ഹഫ്സയും. ഒരു വലിയ ചരിത്രമാണത്. ഉമർ റളിയല്ലാഹു തആല ഒരിക്കൽ മദീനയിലൊരു വാർത്ത വരുന്നു. തല്ലഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഅഹു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാരെ തലാക്ക് ചൊല്ലിയിരിക്കുന്നു. അതാണ് വാർത്ത. നല്ല വാർത്ത അല്ലേ? പെട്ടെന്ന് പരക്കും അത് പരന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല വേഗം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ നബി തങ്ങൾ അവിടെ അല്ല. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആലയോട് ചോദിച്ചു, നിങ്ങൾ പിന്നെ യാ ബിന്ദസ് അബീബക്കർ, അങ്ങനെ വിളിച്ചു, യാ ബിന്ദ അബീബക്കർ, അബൂബക്കറിൻ്റെ മകളെ എന്ന് വിളിച്ചിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്രോഹിക്കുകയാണോ? നിങ്ങൾ റസൂലുള്ളാഹിനോടുള്ള ദ്രോഹം ഈ അളവ് വരെ എത്തിയോ എന്ന് ചോദിക്കുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല മാബിക്ക മാലി വ മാലക് എന്ന് പറഞ്ഞിട്ട് ആയിഷ പറയാണ്, അലൈക ബി ഐബത്തിക്, എൻ്റെ കാര്യം നോക്കണേ നിങ്ങളെന്തിനാ, അലൈക ബി ഐബത്തിക്, നിങ്ങളുടെ ഐബത്ത്, ഹഫ്സൻ്റെ കാര്യം നോക്കിയാൽ മതി, അതാണ് എൻ്റെ മാന, അലൈക ബി ഐബത്തിക്. അപ്പോൾ പിന്നെ വീണ്ടും ഉമർ തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില ഭാര്യമാർ ഉറക്കനാണ് ഉമർ ഇത് പറയുന്നത്. അപ്പോൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാള് തന്നെ ഞങ്ങൾക്കുണ്ട്, പിന്നെ എന്തിനാണ് ഇബ്നുൽ ഖത്താബ് വന്നിട്ട് ഞങ്ങളോട് വാള് പറയുന്നത് എന്ന് മറ്റ് ഹുജറകളിൽ നിന്ന്, മറ്റ് ഭാര്യമാരിൽ നിന്നും പ്രതികരണം വന്നു. ഉമർ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, പിന്നെ നിങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിങ്ങൾക്ക് പകരം നൽകും. ആരെ നൽകും? അവിടെയാണ് പിന്നെ അസ്വാജ ഖൈറൻ മിൻകുന്ന മുസ്ലിമാത്തിന, അത് ഉമർ പറയാണ്, മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സയ്യിബാത്തിൻ വ അബ്കാറ. നിങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലാഖലി ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുസ്ലിമത്തുകളായ മുഅ്മിനത്തുകളായ ഖാനിതത്ത് ഭക്തരായ തായിബാത്ത് പശ്ചാത്താപബോധമുള്ള സയ്യിബാത്ത് അബ്കാർ കന്യകകളും അതേപോലെ തന്നെ വിധവുമായിട്ടുള്ള വേറെ ഭാര്യമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് നൽകുന്നൊക്കെ പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു തആല സംസാരിക്കണം.
അപ്പോഴാണ് ഇവിടുന്ന് സ്ത്രീകൾ പറഞ്ഞത്, പിന്നെ അള്ളാഹ് റസൂലിൻ്റെ തന്നെ ഉപദേശം ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഇബ്നുൽ ഖത്താബ് ഉമർ എന്തിനാണ് ഞങ്ങളെ ഉപദേശിക്കണത് എന്ന് പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് പിന്നെ ഉമർ മൗനം ദീക്ഷിച്ചു ഹഫ്സ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ചെന്നു. ഉമറിൻ്റെ മകൾ ഹഫ്സൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് റസൂലുള്ളാഹി ചോദിക്കാൻ, നിങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലാക്ക് ചൊല്ലിയിട്ടുണ്ടോ? ഉമർ പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലിന് നിങ്ങളെ ഹഫ്സയോട് പറയാണ് നിന്നെ ഇഷ്ടമല്ല, ഞാനില്ലായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നെ ഇഷ്ടപ്പെട്ടില്ല. ഒരു തലാക്ക് കഴിഞ്ഞു, ഇനിയൊരു തലാക്ക് അത് നടന്നിട്ടുണ്ടെങ്കിൽ വല്ലാഹി ലാ ഉകല്ലിമുക്കി അബദൻ, ഒരിക്കലും ഞാൻ നിന്നോട് സംസാരിക്കില്ല എന്ന് വരെ പറഞ്ഞു. ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രയാസപ്പെടുത്തിയിട്ടാണ് ഇത് നടന്നത് എന്ന നിലക്കാണ് ഉമർ പറയുന്നത്. അപ്പോൾ ഒരു തലാക്ക് നടന്നിരുന്നു ഹഫ്സയുമായി ബന്ധപ്പെട്ട്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു ഹഫ്സയെ തിരിച്ചെടുക്കാൻ, ഫൈനഹ സവ്വാമത്തുൻ ഖവ്വാമ, നിസ്കരിക്കുന്ന നോമ്പൊക്കെ നിലനിർത്തുന്ന മഹദിയാണ് നോട്ട് പറയല്ലേ. അതിൽ അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. ഉമർ ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അസാ റബ്ബുഹു ഇൻ തല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുന്ന മുഅ്മിനാത്തിൻ മുസ്ലിമാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ സയ്യിബാത്തിൻ വഅബ്കാറ എന്നുള്ള ആയത്ത് ഈ വിഷയത്തിലാണ് ഇറങ്ങിയതെന്നാണ്. ഉമർ റളിയല്ലാഹു ഹഫ്സയോട് ഭയങ്കര ഷൗട്ട് ചെയ്ത് പറഞ്ഞു. അപ്പോൾ നിങ്ങളെ തലാക്ക് ചൊല്ലിയിട്ടുണ്ട് റസൂലുള്ളാഹി ചോദിക്കണം ഹഫ്സയോട്. അപ്പോൾ ഹഫ്സ പറയണ എനിക്കറിയില്ല, പക്ഷേ റസൂൽ അതാ മഷ്റൂബയിലിരിക്കുന്നു എന്ന് പറയണത്. മഷ്റൂബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഒരു മുസ്തൗദ ഗോഡൗണാണ് അത് ഇവിടെ ഉണ്ടായിരുന്നത്. അത് പിന്നെ ഈ റൂമിൻ്റെ മുകളിലാണ് ഒരു ഈത്തപ്പന മുട്ടി ഇങ്ങനെ വെച്ചിട്ട് അയിമ ചവിട്ടിയിട്ട് അയിമക്ക് കയറുക. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ മൗല റാഫി അങ്ങാണ്ടയുടെ ഇരിക്കുന്നുണ്ട്, അവിടേക്കാരും പോവില്ല, കയറാൻ പറ്റൂല. റസൂലുള്ളാഹി അതിൽ കയറി ഇരിക്കുകയാണ് ഈ മഷ്റൂബയിൽ, ഭാര്യമാരോടൊക്കെ റസൂലുള്ളാഹി പണക്കത്തിലുമാണ്. അപ്പോഴാണ് ഉമർ അനുവാദം ചോദിക്കുന്നത്. ഏതായാലും കുറച്ച് സംഭാഷണങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി അനുവാദം കൊടുത്തു, ഉമർ കയറി. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു നിങ്ങൾ റസൂലുള്ളാഹിലെ നിങ്ങൾ ഭാര്യമാരെ തലാക്ക് ചൊല്ലിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ, ഉമർ റസൂലുള്ളാഹിൻ്റെ ആ മനസ്സിൻ്റെ ഇതല്ല പ്രയാസം അത് പോക്കണ ചില വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചതും കാര്യങ്ങളൊക്കെ. നമ്മൾ മക്കത്തായിരുന്നപ്പോൾ നമ്മളായിരുന്നപ്പോൾ അവിടെ സ്ത്രീകൾ ഒരിക്കലും നമ്മളെ ഭരിക്കാൻ വരുമായിരുന്നില്ല. പക്ഷേ ഈ അൻസാരി സ്ത്രീകൾക്ക് കുറച്ച് പിന്നെ ഈ ഭരണ സ്വഭാവം കൂടുതലാണ്. അവർക്കാണ് പിന്നെ ഭർത്താക്കന്മാരുടെ നേരെ കുറച്ച് ഊക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ സ്ത്രീകൾ ഇവിടെ എത്തിയപ്പോൾ ഇവരിൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുക എന്നൊക്കെ ഉമർ പറയുന്നുണ്ട്. മക്കത്ത് സ്ത്രീകൾ പാവങ്ങളായിരുന്നു, പക്ഷെ അൻസാരി സ്ത്രീകൾ അങ്ങനെയല്ല, അവർ ഭയങ്കര പിന്നെ കുറച്ച് സ്വാധീനമുള്ളവരാണ് വീടിൻ്റെ പരിസരങ്ങളിൽ ഭർത്താക്കന്മാരുടെ അടുക്കൽ. പക്ഷേ ഈ മുഹാജിറത്തുകൾ മക്കയിലെ സ്ത്രീകൾ ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു, ഇവരിൽ സ്വാധീനിക്കപ്പെട്ട് ഇവർക്കും നമ്മളോടിപ്പോൾ കുറച്ച് ഊക്കായിട്ടുണ്ട് എന്നൊക്കെ ഉമർ പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പുഞ്ചിരിച്ചു. പിന്നെ ചില വർത്തമാനങ്ങൾ പറഞ്ഞു, കൂടുതൽ പുഞ്ചിരിച്ചു. അവസാനം റസൂലുള്ളാഹിനെ ഇത് ചോദിച്ചു, റസൂൽ ഞങ്ങൾ ഭാര്യമാരെ തലാക്ക് ചൊല്ലിയിട്ടുണ്ടോ? അവർ റസൂൽ പറയാണ്, ഞാൻ തലാക്ക് ചൊല്ലിയിട്ടില്ല, ഞാൻ അവരെ ഈലാഹ് നടത്തി. ഈലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ പ്രാപിക്കൂല എന്നുള്ള രീതിയിലുള്ള ആ ശബ്ദം എന്ന് ആണ് പറയണം. അപ്പോൾ ഏതായാലും പിന്നെ അതിൽ ഈ വിഷയം നടക്കുന്നത് എന്താണ്, ആയിഷയും ഹഫ്സയും തമ്മിലുള്ള ഒരു ഒത്തുകളി ഉണ്ടല്ലോ, നിസ്ലാസ മതങ്ങളുടെ വിഷയത്തിലുള്ള ഒരു ഒത്തുകളി. ആ ഒത്തുകളിയുടെ വിഷയത്തിലാണ് ഈ ആയത്തറ് എന്ന് പറയുന്നത്, ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ആ വിഷയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയത്. ഏത് വഇൻ തബാഹറ അലൈഹി, അത് ഉമർ പറയുന്നുണ്ട്, നിങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലാക്ക് ചൊല്ലി അയച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളയുണ്ട്, മലക്കുകളുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്, ഞാനും അബൂബക്കറും ഉണ്ട്. അങ്ങനെ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിങ്ങളൊന്നും ആവശ്യമില്ല, അള്ളയുണ്ട്, മലക്കുകൾ എല്ലാവരും ഉണ്ട്, പിന്നെ മുഅ്മിനീങ്ങളുണ്ട്, ഞാനും ഉണ്ട്, അബൂബക്കറും ഉണ്ട് എന്ന് പറയണം. ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറയണം. അപ്പോഴാണ് ആ വിഷയത്തെ പുരസ്കരിച്ച് ഉമർ തന്നെ പറയുന്നുണ്ട്, ഞാൻ എന്തൊരു അഭിപ്രായ പ്രകടനം നടത്തിയ ആ വിഷയത്തെ അള്ളാഹു അതിനെ സത്യപ്പെടുത്തിയിട്ട് വഹി ഇറക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഇറക്കിയത് ഈ ആയത്ത് വൈൻ തബാഹറ അലൈഹി ഫൈൻ അല്ലാഹു. അവിടെ വൈൻ തബാഹറ നമ്മുടെ വിഷയം അതാണ്. പിന്നെ വൽ മലായികത്തു ബഅദ ദാലിക ബഹീർ, അതിനപ്പുറം മലക്കുകളും ബഹീറാണെന്ന് പറയുന്നത്. ബഹീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നസീർ, സഹായികളെ എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഏതായാലും ഇവിടെ ഈ ക്രിയ ബാഹറ എന്നുള്ള ക്രിയ സഹായിച്ചു, പിന്തുണച്ചു എന്ന അർത്ഥത്തിലാണ്. ഇതാണ് ബഹർ. ഒരാളെ സംബന്ധിച്ചിടത്തോളം ബഹറിൻ്റെ ധർമ്മം എന്താ അല്ലേ? അയാൾക്ക് കരുത്തും മൂക്കും നൽകുന്നത് ആര്? ഒരാൾക്ക് മുതുകില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കൈയില്ലെങ്കിൽ, കാലില്ലെങ്കിൽ, കണ്ണില്ലെങ്കിലൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അല്ലാതെ നമുക്കൊക്കെ ആഫിയത്താട്ടെ അല്ലേ, അയാളുടെ കാര്യം. പക്ഷെ മുതുകില്ലെങ്കിൽ അല്ലേ, അപ്പോൾ മുതുകിൻ്റെ ധർമ്മം അതാണ്. ഏതായാലും ഇവിടെ ഈ ബാഹറൂഹും എന്നുള്ളതിനർത്ഥം
പിന്തുണച്ചു, സഹായിച്ചു എന്നുള്ളതാണ്. ഇവിടെ പിന്നെ ഈ ബനു ഖുറൈദ ഗോത്രക്കാർ ഈ സഖ്യകക്ഷികളെ അവർ നിസ്ലാസൽ മതങ്ങളോടുള്ള കരാർ ലംഘിച്ചിട്ട് പിന്തുണച്ചതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. വ ഔറസക്കും അർദഹും വ ദിയാറഹും വ അംവാലഹും വ അർദം ലം തത്തഊഹ വ കാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീറ. അതിൽ പിന്നെ പ്രസിദ്ധരായവരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. മുഹമ്മദ് ബിൻ കഅബൽ ഖുറദി, സാലബ ഇബ്നു അബി മാലിക്, ഇമാം മാലിക്കിൻ്റെ ഒക്കെ ഉസ്താദുമാരിൽപ്പെട്ട ഒരാണ്. തീർച്ചയായിട്ടും അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടാവും. ഒരു സ്ത്രീ മാത്രമേ വധിക്കപ്പെട്ടത്, ഞാൻ പറഞ്ഞില്ലേ. ഈ ഉപരോധത്തിനിടയിലും അവർ എന്ത് ചെയ്തു, ഒരു റഹ എന്ന് പറഞ്ഞാൽ ഈ ആട്ടണ കല്ലുണ്ടല്ലോ, അതുകൊണ്ട് ഖല്ലാദിനെ എറിഞ്ഞ് അങ്ങനെ അത് അദ്ദേഹത്തിന് തലക്കടിച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടത് കാരണത്താൽ അതിൻ്റെ ശിക്ഷയായിട്ടാണ് അവർ കൊല്ലപ്പെട്ടത്. ബാക്കിയുള്ളവരൊക്കെ പിന്നെ ബന്ദികളായിട്ട് പിടിക്കുകയാണ് ചെയ്തത്. ഔറസക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മുസ്ലിമീങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് അള്ളാഹു അധീനപ്പെടുത്തി തന്നു. ഔറസക്കും എന്ന് പറഞ്ഞാൽ ഖന്നമക്കും, ഖനീമത്തായിട്ട് തന്നു. ശരിക്കും ഔറസ എന്നാണ് മീറാസ്, അനന്തരമായി തരിക. അനന്തര സ്വത്തിന് മീറാസ് എന്ന് പറയും. ഇർസ്, മീറാസ് ക്രിയതാണ്. ഔറസ അനന്തരമാക്കി തന്നു. ഇവിടെ ഉദ്ദേശം ഖന്നമക്കും, നിങ്ങൾക്ക് ഖനീമത്താക്കി, യുദ്ധാർജിത സ്വത്താക്കി ഏൽപ്പിച്ചു എന്നാണ് ഔറസക്കും. എന്താണ് ഏൽപ്പിച്ചത്? അർദഹും, അവരുടെ നാടിനെ, മണ്ണിനെ. അർദ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പറഞ്ഞു മുമ്പ് ഭൂഗോളത്തിന് പറയും, അതേപോലെ തന്നെ ഒരു പ്രദേശത്തിന് പറയും അർദു മിസ്ർ, മിസ്ർ ദേശം എന്ന അർത്ഥത്തിൽ. പിന്നെ നാടുകൾക്ക്, മണ്ണിനൊക്കെ അർദ് എന്ന് പറയും. അറദ എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ, അക്കലത്തുഹു അറദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെതലിനാ പറയുക. നിസ്ലാസൽ തങ്ങളുടെ ആ മിമ്പർ, ഈ റസൂലുള്ള കയറി നിന്നിരുന്ന മിമ്പറിനെ ചെതൽ എന്നൊരു കഥയൊക്കെ പറഞ്ഞില്ലേ. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു എൻ്റെ വീട്ടിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ അർദ് എന്നുള്ള പദം വിശദീകരിച്ചപ്പോൾ അവിടെ. ഏതായാലും ഔറസക്കും, അള്ളാഹു നിങ്ങൾക്ക് ഗനീമത്താക്കി തന്നു. അർദഹും, അവരുടെ നാടിനെ. അർദഹും, ആ നാട് ഇതാണ് ബനു ഖുറൈദ. ഇന്ന് മദീനയിൽ ചെന്നിട്ടുണ്ട് എങ്കിൽ മദീനയുടെ തെക്ക് ഭാഗത്താണ് ഈ ഖുറൈദക്കാരുടെ സ്ഥലം. അവർ താമസിച്ചതിൻ്റെ അടയാളങ്ങൾ അവിടെ കാണാം. അവിടെ ഒരു മല ഉണ്ട്. ആ മലക്ക് പറയുന്ന പേരിന്നും ജബലു ബനി ഖുറൈദ എന്നാണ്. ജബലു ബനി ഖുറൈദ. പിന്നെ ആ സ്ഥലത്തിന്, അവർ താമസിക്കുന്ന സ്ഥലത്തിന് ഹറത്തു ബനി ഖുറൈദ എന്ന് പറയാം. ഹറത്തു ബനി ഖുറൈദ, ബനു ഖുറൈദ ഹറ. പിന്നെ അവിടെയുള്ള മല. ബനു നദീറിൻ്റെയും ബനു ഖൈനുഖാൻ്റെയും അവശിഷ്ടങ്ങൾ വല്ലാതല്ല, പക്ഷേ ഇവരുടെ അവശിഷ്ടം അവിടെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഓ ഔറസക്കും അർദഹും, അവരുടെ നാടിനെ അള്ളാഹു നിങ്ങൾക്ക് ഗനീമത്താക്കി തന്നു, ബനു ഖുറൈദയെ. വ ദിയാറഹും, അവരുടെ ദിയാറിനെയും, മസാക്കിൻ, താമസ സ്ഥലങ്ങൾ, വീടുകളെയും. അതും ഇവിടെ തന്നെ. ജൂതന്മാർക്ക് കുറേ കോട്ടകളായിരുന്നു. കുറേ കോട്ടകൾ ഇവർക്കായിരുന്നു. നമ്മളല്ല, 59 കോട്ടകൾ മദീനയിൽ ജൂതന്മാർക്കുണ്ടായിരുന്നു. അവരുടെ വീടുകളെയും. അംവാലഹും അവരുടെ സ്വത്തുക്കളെയും. അംവാൽ, അവർക്ക് കാർഷിക വിളകൾ ഉണ്ടായിരുന്നു, കാലി സമ്പത്തുക്കൾ ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് കറൻസികൾ ഉണ്ടായിരുന്നു. ഒട്ടകങ്ങൾ, ആടുകൾ അവർക്കുണ്ടായിരുന്നു. പിന്നെ അവരുടെ പ്രധാനം കൃഷിയാണ്, കൃഷി. പിന്നെ അവർ പൈസൻ്റെ ആളുകളായിരുന്നു. അവരുടെ ദീനാറുകൾ, ദിർഹമുകൾ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാണ് വ അംവാലഹും, നിങ്ങൾക്ക് അനന്തരമാക്കി തന്നു. പിന്നെ അള്ളാഹു പറയുന്നത് വ അർദൻ ലം തതഊഹ, വ അർദൻ, മറ്റൊരു നാടിനെയും, ഒരു നാടിനെയും. വ അർദൻ, ഇവിടെ അർദഹും എന്ന് പറഞ്ഞല്ലേ, അത് അവരുടെ നാടാണ് ബനു ഖുറൈദ. പക്ഷെ ഇവിടെ അർദൻ എന്നാണ് പറഞ്ഞത്. അത് ഏതേന്നും വ്യക്തമല്ല. ഒരു നാടിനെയും അള്ളാഹു നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നു. ലം തതഊഹ, ആ നാട്ടിൽ നിങ്ങൾ ഇതുവരെ ചവിട്ടിയിട്ടില്ല. ലം തതഊഹ റഹ്മക്കല്ലാ, വതഅ എന്നാണ്. വതഅ ചവിട്ടി, മശ എന്നുള്ള അർത്ഥത്തിൽ നടന്നു. ഇവിടെ കേട്ടോ, നിങ്ങൾ
കാലൂന്നിയിട്ടില്ലാത്ത ഒരു നാടിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല വൗറസാക്കും. അപ്പം നിങ്ങൾ കാലൂന്നിയിട്ടില്ലാത്തൊരു നാടിനെയും അള്ളാഹു നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞാൽ എന്താ അപ്പോൾ അതിൻ്റെ ഉദ്ദേശം? അതുകൊണ്ട് തന്നെ ഈ നാട് ഏത്, ഇവിടെ പറഞ്ഞ അർദൻ ഇത് ഏത്, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പ്രയോഗിച്ചു? അതാണ് ആദ്യം ഈ നാട്. അതിനെക്കുറിച്ച് കൂടുതൽ പണ്ഡിതന്മാരും പറഞ്ഞത് ബലമായിട്ടുള്ളതും അത് ഖൈബറാണ്. ഖൈബർ അള്ളാഹ് പറയണ അർദൻ എന്നാൽ ഖൈബറിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്നു. ലം തതഊഹ, ആ ഖൈബർ നാട്ടിലേക്ക് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തില്ല ഇതുവരെ പോയിട്ടില്ല. അവിടെ മുസ്ലിമീങ്ങൾ കാലൂന്നിട്ടില്ല, നടന്നിട്ടില്ല, അങ്ങനെയുള്ള നാടാണത്. ചിലർ പറഞ്ഞില്ല അർദൻ ലം തതഊഹ എന്ന് പറഞ്ഞെങ്കിൽ മക്കയാണ് ഉദ്ദേശം, മക്കം ഫത്തയിലേക്കുള്ള സൂചനയാണെന്നാണ്. ചിലർ പറഞ്ഞത് പേർഷ്യയും റോമുമാണെന്നാണ്. മറ്റ് ചിലർ പറഞ്ഞത് ഇവിടെ അർദൻ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഈ അഹ്സാബ് യുദ്ധത്തെ തുടർന്ന്, അതേപോലെ ബനൂ ഖുറൈള യുദ്ധത്തെ തുടർന്ന് പിന്നെ അങ്ങോട്ടുണ്ടായ യുദ്ധവിജയങ്ങളൊക്കെ ഉദ്ദേശമാണ്, എല്ലാം ഉദ്ദേശമാണ്. അർദൻ ലം തതഊഹ എന്ന് പറഞ്ഞാൽ ഇതുവരെ മുസ്ലിമീങ്ങൾ കാലൂന്നിയിട്ടില്ലാത്ത നാടുകളെ ഒക്കെ, പിൽക്കാലത്ത് വിജയിക്കാൻ പോകുന്ന നാടുകളെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ ഏറ്റവും ശരി ഈ ഖൈബറാണ്. അർദൻ ഒരു നാടിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്നു. ലം തതഊഹ, നിങ്ങളവിടെ ഇതുവരെ പോയിട്ടില്ല, കാലൂന്നിയിട്ടില്ല, നടന്നിട്ടില്ല. ബനൂ ഖുറൈള യുദ്ധം കഴിഞ്ഞ് ഒരു വർഷം പിന്നെ ഒരു മാസം പിന്നിട്ടപ്പോഴാണ് ഖൈബർ. അവിടെയായിരുന്നു ജൂതന്മാർ. ഏത് ജൂതന്മാർ? ബനൂ നദീർ ജൂതന്മാർ. ആ ബനൂ നദീറാണ് ഇവരെ കൊണ്ടുവന്നത്. ഖൈബറിലേക്ക് ചേക്കേറിയ യഹൂദന്മാർ. അവിടെ ഇവരെ പടയിട്ടൊക്കെ ആയിട്ടാണല്ലോ പോയത്. അവർക്ക് എത്തിയ പൊന്തണൊക്കെ ആയിട്ടാണ് അവർ പോയത്. അവിടെ അറബികളുണ്ടായിരുന്നു. ആ അറബികൾ, ഞാൻ പറഞ്ഞ ബനൂ വായിൽ ഗോത്രക്കാരൊക്കെ അവിടെയാണ് പാർത്തിരുന്ന അറബികൾ. അവരെ പൈസ കൊടുത്തു. പിന്നെ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് പിന്നെ അവരെ തള്ളി തിരക്കിയും അവരെ പുറത്താക്കിയിട്ട് ഖൈബർ ഇവരെന്ത് ചെയ്തു, അതിൽ മേൽക്കോയ്മ നേടി. ആര്? യഹൂദർ, ബനൂ നദീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഖ്യകക്ഷികളെ ഇവിടേക്ക് കൊണ്ടുവന്ന ഈ ബനൂ നദീറിനെ ഈ ബനൂ ഖുറൈള സംഭവത്തിന് ശേഷം ഒരു വർഷത്തിനപ്പുറം ഖൈബറിലേക്കുള്ള സൈനിക പടയോട്ടം നടത്തിയിട്ട് അവരെ എന്ത് ചെയ്തു, അവിടുന്ന് നിസ്വാസമ്മതങ്ങൾ തുരത്തി, ഖൈബറിൽ നിന്ന് തുരത്തി. അതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞത് അർദൻ ലം തതഊഹ എന്ന്. പക്ഷെ അവിടെ പിന്നെ ഈ ബനൂ ഖുറൈള സംഭവം നടന്ന് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണെന്ത് ഖൈബറിൻ്റെ വിജയം. പക്ഷെ വൗറസക്കും എന്നാണ് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പിന്നെ അധീനപ്പെടുത്തി തന്നു, അവകാശപ്പെടുത്തി തന്നു, ഗനീമത്തായിട്ട് തന്നു എന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഇത് സംഭവിക്കുമെന്നുള്ള ഉറപ്പിനാൽ നിങ്ങൾക്ക് ബനൂ നദീറിനെ അവരുടെ നാടും വീടുകളും സ്വത്തുക്കളും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗനീമത്തായിട്ട് തന്നു. അത് അവർക്ക് കിട്ടി. അതേപോലെ ഉറപ്പുള്ള വിഷയമാണ് എന്ത് കിട്ടാൻ പോകുന്ന ഈ ഖൈബറിൻ്റെയും വിഷയം അതുപോലെ ഉറപ്പുള്ളതാണ്. ഖൈബർ വിജയിക്കും, ഖൈബർ നിങ്ങൾ നേടും എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉറപ്പ് കൊടുക്കണം. അർദൻ ലം തതഊഹ, അതിലേക്കുള്ള സൂചനയാണ് വക്കാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീറ. ഇത് നടന്നിട്ടില്ല, ഖൈബർ പിടിച്ചടക്കൽ നടന്നിട്ടില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് വൗറസക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഗനീമത്തായിട്ട് തന്നിരിക്കുന്നു. ആരെ? അർദൻ ലം തതഊഹ, നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലാത്ത, നടന്നിട്ടില്ലാത്ത നാടിന്, ഖൈബറിന്. അത് കിട്ടുമെന്നുള്ള ഉറപ്പ് ഉള്ളത്, അള്ളാഹു കൊടുക്കുമെന്നുള്ള ഉറപ്പിനാണ് ഈ ക്രിയ. പിന്നെ അതിലേക്കുള്ള സൂചനയാണെന്ത് വക്കാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീറ. എന്താ വക്കാന അള്ളാഹു സുബ്ഹാനഹു വ തആല ആകുന്നു, അള്ളാഹ്ക്ക് സ്ഥിരപ്പെട്ട സിഫത്താണ് അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നത്. എല്ലാത്തിനും കഴിവുറ്റവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. വക്കാന അല്ലാഹു ഖദീറൻ അലാ കുല്ലി ഷൈഇൻ, ഇങ്ങനെയാണ് അല്ലേ? വക്കാന അള്ളാഹു ആകുന്നു. ഖബർ എന്താ? ഖദീറൻ, ഏറെ കഴിവുറ്റവൻ. എന്തിന്? അലാ കുല്ലി ഷൈഇൻ. ഖദറ അല, അതാണ് ഖദീറുൻ അല, അങ്ങനെയാണ്. പക്ഷെ ഇവിടെ അലാ കുല്ലി ഷൈഇൻ എന്നുള്ളതിനെ മുന്തിപ്പിച്ചു, ഖദീറൻ എന്നുള്ളതിനെ പിന്തിപ്പിച്ചത് എന്തിനാ? എല്ലാത്തിനും കഴിവുറ്റവൻ ആര് മാത്രം? അള്ളാഹു മാത്രം എന്നുള്ളത് വായിക്കാനാണ്. എല്ലാ കാര്യങ്ങൾക്കും
ഏറ്റവും കഴിവുറ്റവൻ, ഖദീർ, ഫഈൽ, മുബാലഗ, അഗാധാർത്ഥ പ്രയോഗമാണ്. എല്ലാത്തിനും കഴിവുറ്റവൻ അള്ളാഹു മാത്രമാകുന്നു എന്നുള്ളത് അള്ളാഹു ഇവിടെ അനുബന്ധം പറഞ്ഞത് ഖൈബർ മുസ്ലിമീങ്ങൾക്ക് വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് ഖൈബറിനെ സമ്മാനിക്കും. ഇതിന് പ്രതിഫലമായിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഇവിടെ പങ്കെടുത്തില്ലേ 3000 പേർ? എവിടെ? ഖന്തഖ് യുദ്ധത്തിൽ. ആ 3000 പേരാണ് ഇവിടെയും പങ്കെടുത്തത്. 25 ദിവസം ഇവിടെ കിടങ്ങ് കുഴിക്കാനും ഉപരോധിക്കാനും ഒക്കെ നീണ്ട നാളുകളെടുത്ത്. ആ യുദ്ധ നാളുകൾ തന്നെ 20 ദിവസം. അത് കൊടിയ തണുപ്പിൽ, പൊരിഞ്ഞ വിശപ്പിൽ, കാലാവസ്ഥയുടെ പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ താണ്ടിയാണ് ഈ 3000. എന്നിട്ട് അവിടുന്ന് പെരീക്ക് എത്തിയിട്ടുള്ളൂ. കുളിക്കാൻ ഒരുങ്ങുമ്പോഴാണ് പറയുന്നത്, നിങ്ങളൊക്കെ ആയുധം വെച്ച, ഞങ്ങൾ ഇതുവരെ ആയുധം വെച്ചിട്ടില്ല, മലക്ക് ജിബ്രീൽ. അതുകൊണ്ട് വേഗം ബനൂ ഖുറൈദയിലേക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയണം, ദുഹർ ബനൂ ഖുറൈദയിൽ പോയിട്ട് നിസ്കരിച്ചാൽ മതി. അസറും ഞാൻ പറഞ്ഞില്ലേ, ദുഹറും പ്രയോഗമുണ്ട്, അസറും പ്രയോഗമുണ്ട്. അസർ ബനൂ ഖുറൈദയിൽ പോയിട്ട് നിസ്കരിച്ചാൽ മതി. ചിലർ റസൂൽ പറഞ്ഞ ദുഹർ ബനൂ ഖുറൈദയിൽ പോയിട്ട് നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്യണം, അവിടുന്ന് 25 ദിവസത്തേക്ക് ഇവിടെ ഉപരോധമാണ്. അപ്പോൾ ആ 3000 പേര് ഉണ്ടല്ലോ, അവരെല്ലാവരും ഓടിയും പോയിട്ടുണ്ട്, ഖൈബറിലും പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഈ സഹാബികളെയും കൊണ്ട് ഖൈബറിൽ പോയി. അങ്ങനെ ഖൈബർ വിജയിച്ചു. ഖൈബർ വിജയം അതൊരു വലിയ മഹാസംഭവമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഖൈബർ അത്രമേൽ ഫലഭൂയിഷ്ടമായ അതേ സമ്പത്തുകൾ അതെല്ലാം നിലക്കും വിളഞ്ഞ് ആടുന്ന സ്ഥലമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ മുസ്ലിമീങ്ങൾക്ക് അധീനപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതൊക്കെ അവരുടെ അധ്വാനത്തിൻ്റെ ഒരു പ്രതിഫലം എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കനിഞ്ഞ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വ ഔറസക്കും അർദഹും വ ദിയാറഹും വ അംവാലഹും വ അർദൻ ലം തതഊഹ വ കാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീറ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആര് പണിയെടുത്തോ പാടുപെട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവരെ വിസ്മരിക്കൂല. ശരിയാണ്, ആ പണിയെടുക്കുന്ന നാളുകളിൽ ചില പരീക്ഷണങ്ങളും അള്ളാഹുവിൽ നിന്നുള്ള ചില പരീക്ഷണങ്ങൾ അത് ഉണ്ടായേക്കാം. പക്ഷേ അതിനൊന്നും എന്തില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ശാശ്വതത്വം പറഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ ഒഴിവാക്കുന്ന അള്ളാഹുവിൻ്റെ പാരിതോഷികം പരീക്ഷണങ്ങളൊക്കെ അപ്പുറം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഇത് പഠിപ്പിക്കുന്നത്. ഈ കിടങ്ങ് ഒഴിക്കുന്ന നാളുകളിൽ പട്ടിണി പാവങ്ങളാണ്, മനസ്സിലായില്ലേ? പക്ഷേ ആ പട്ടിണി പാവങ്ങൾ കിടങ്ങ് ഒഴിച്ച് കുറച്ച് നാളുകൾക്ക് അപ്പുറത്തേക്ക് അവർ ധന്യരായി സമ്പന്നരായി എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സമ്പന്നരാക്കി എന്നുള്ളതാണ് ഈ പ്രയോഗം ഒക്കെ അറിയിക്കുന്നത്. ഖലാസ്. ഏതായാലും നമ്മൾ ഈ മാപ്പിൽ നമ്മൾ ഈ ബനൂ ഖുറൈദയെ വിശദീകരിക്കാനാണ് ഇത് എടുത്തത്. മസ്ജിദ് നബവിയുടെ സ്ഥലമാണിത്. ഇതല്ലേ മസ്ജിദ് നബവിയുടെ വടക്ക് ഭാഗം ഇങ്ങോട്ടാണ്. ഇവിടെയാണ് ജബൽ ഉഹദ് മലുള്ളത്. ഇത് മദീനയുടെ കിഴക്കേ അതിർത്തി, മദീനയുടെ പടിഞ്ഞാറേ അതിർത്തി, ഇത് തെക്കേ അതിർത്തി. ഖിബില ഇങ്ങോട്ടാണ്, ഖിബില മദീനയിൽ ഇങ്ങോട്ടാണ്, മനസ്സിലല്ലേ? ഇത് അറിയപ്പെട്ട ഉണ്ടല്ലോ മദീനയിലേക്കുള്ള ജലപ്രവാഹങ്ങളുടെ ഇതാണ് ഈ മദീനയുടെ വൃഷ്ടി പ്രദേശങ്ങളിലൊക്കെ മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നായിട്ട് വെള്ളം എടുക്കുക വരിക, മദീനത്തേക്കാണ് വരിക. അത് ആ മഴവെള്ളം കൊണ്ടുവരുന്ന വാദികളാണിത്. ഉണ്ടോ? 2 വാദി. ഇത് വാദി റാനൂന എന്നാണ് പറയുക ഇതിന്. റാനൂന വെള്ളം ഇങ്ങോട്ട് ഒഴുകുക മസ്ജിദ് നബിയുടെ ഭാഗത്തേക്ക്. ഇത് വാദി അൽ മുദൈനീബ് എന്ന് പറയാം. മുദൈനീബ് ഇതൊക്കെ ഹദീസിൽ വരുന്ന പ്രയോഗങ്ങളാണ്. റാനൂന, മുദൈനീബ് ഇതൊക്കെ ഹദീസിലുണ്ടാവും. ഇതാണ്ടോ, ഇവിടെ മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം മദീനയിലേക്ക് ഒഴുകുന്ന മറ്റൊരു വാദിയാണ്. അതാണ് വാദി മുദൈനീബ്. പിന്നെ ഇത് വാദി മഹ്സൂർ, മറ്റൊരു വാദിയാണ് മഹ്സൂർ എന്ന് പറയുന്നത്, മനസ്സിലായോ? ഉഹുദ് മലയുടെ സൈഡിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ, ഉഹുദിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു പാലം കടന്നിട്ട്, നീണ്ട പാലം കടന്നിട്ട് നമ്മൾ പോവുക. അത് ഒരു കാലത്ത് അതിന് തന്നെയാണ് വാദിൽ ഖന എന്ന് പറയാം. വാദിൽ ഖന ഉണ്ടോ, കാണാത് ആ വാദി അൽ ഖന. അത് വാദി നൈൽ നദിയെ പോലെ ആണ്, അതിനെ നൈൽ നദിയായിട്ടാണ് വിശേഷിപ്പിക്കുക. പണ്ട് കാലങ്ങളിൽ അതിൽ ഭയങ്കര വെള്ളം വരുമായിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, നന്നായിട്ട് ജലപ്രവാഹം അതിലൂടെ കടന്നു വരുന്ന ചില സന്ദർഭങ്ങൾ. മഴ പല സ്ഥലങ്ങളിലും പെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്കാണ് വന്നിട്ട് ചാടുക. വാദി ഖന ഇതിലേറ്റവും വലിയ വാദിയാണ്. ഏതായാലും
ഈ വാദി റാനൂന, വാദി അൽ മുദൈനീബ്, അതേപോലെ വാദി അൽ മഹസൂർ, ഇത് മൂന്ന് വന്നിട്ട് എന്ത് ചെയ്യും, പിന്നെ ഇവിടെ സംഗമിക്കും. എവിടെ? ഈ കുബ മസ്ജിദിൻ്റെ പരിസരത്ത് സന്ധിക്കും. പിന്നെ അതാണ് വാദി ബുത്തഹാൻ, വാദി ബുത്തഹാനായിട്ട് വരുന്നത്. ഹദീസിൽ കാണാം, ആർക്കെങ്കിലും വാദി ബുത്തഹാനിൽ പോയിട്ട് പിന്നെ 2 ഒട്ടകങ്ങളെ കൊള്ളാൻ ആഗ്രഹം ഉണ്ടോയെന്നൊക്കെ ഹദീസിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹമില്ല വാദി ബുത്തഹാനിൽ പോയിട്ട് വെറുതെ 2 ഒട്ടകം കിട്ടും. അപ്പോൾ റസൂലുള്ള പറയുന്നുണ്ട്, 2 ആയത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് 2 ഒട്ടകങ്ങൾ കിട്ടുന്ന മേനിയിലാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഏതായാലും ഈ വാദി ബുത്തഹാൻ ഹദീസിൽ ധാരാളം കാണാം. ബുത്തഹാൻ, ഈ വാദി ബുത്തഹാൻ സൃഷ്ടിക്കപ്പെടുന്നത് ഈ 3 വാദികളുടെ വെള്ളം സംഗമിച്ചിട്ടാണ്. അതാണ് വാദി ബുത്തഹാനായിട്ട് ഒഴുകുന്നത്. അതാണ് നമ്മൾ പിന്നെ ഖന്തഖ് യുദ്ധത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ർ നിസ്കാരമൊക്കെ മറന്നില്ലേ? അപ്പോൾ വാദി ബുത്തഹാനിലേക്ക് ഇറങ്ങിയിട്ട് ഒന്നു ചെയ്തു, എന്നിട്ട് നിസ്കരിച്ചു എന്നറിയാം. അവിടെ വാദി ബുത്തഹാൻ ഇതാണ്, അതാണ് വാദി ബുത്തഹാൻ. ഈ വാദി ബുത്തഹാനും വാദി ഖനാത്തും ഇതൊക്കെ പാടെ പോയിട്ട് എന്ത് ചെയ്യും, സംഗമിക്കും. എന്നിട്ട് അത് തിരിച്ചൊഴുകും. അത് തിരിച്ചൊഴുകും. എവിടേക്കാണ് തിരിച്ചൊഴുകുക? കണ്ടോ, വന്ന ഭാഗത്തേക്ക് തന്നെ ഇങ്ങോട്ട് തിരിച്ചൊഴുകും. പക്ഷെ അത് മദീനയിൽ നിന്ന് ഒഴിഞ്ഞാണ്. ആ വാദിയാണ് വാദി അൽ അഖീഖ്. വാദി അൽ അഖീഖ്. ഈ വാദി അൽ അഖീഖിലൂടെ വന്നിട്ട് ഇവിടെയാണ് മസ്ജിദുൽ മീഖാത്ത്, മദീനക്കാരുടെ മീഖാത്ത് ഉണ്ടല്ലോ, മസ്ജിദുൽ മീഖാത്ത്, ആ മീഖാത്തിൻ്റെ ഭാഗത്തേക്കാണ് അത് ഒഴുകി വരിക. വാദി അൽ അഖീഖ് എന്ന് പറഞ്ഞെങ്കിൽ മദീനയിൽ എന്നും ചരിത്രത്തിൽ ഇന്നലെയും ഇന്നും ഒക്കെ പ്രസിദ്ധമാണ്. വളരെ സുന്ദരമായ കാഴ്ചകളാണ് വാദി അൽ അഖീഖിൻ്റെ പരിസരങ്ങളിൽ. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു കൊട്ടാരമുണ്ട്. അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു തആലാൻ്റെ വീടിൻ്റെ ഒക്കെ ചരിത്രങ്ങളുണ്ടല്ലോ, അതൊക്കെ ഈ വാദി അൽ അഖീഖുമായി ബന്ധപ്പെട്ടാണ്. കുറേ ചരിത്രങ്ങളുള്ളൊരു വാദിയാണ് വാദി അൽ അഖീഖ്. ആ വാദി അൽ അഖീഖ് സൃഷ്ടിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. മദീനയിൽ വരുന്നതായ വാദികളെല്ലാം സംഗമിച്ച് വാദി ബുത്ഹാനിലൂടെ, പിന്നെ വാദി അൽ ഖനാത്തിലെ ഒക്കെ വെള്ളം അത് ചേർന്ന് പിന്നെ അത് ഈ മക്കയുടെ ഭാഗത്തേക്ക് അത് തിരിച്ചൊഴുകുന്ന വാദി, അതാണ് വാദി അൽ അഖീഖ്. ഇതിൻ്റെ പരിസരങ്ങളിൽ ഒക്കെ പലരും താമസിച്ചിരുന്നു. സഹാബികൾ, താബിഈങ്ങളൊക്കെ താമസിച്ചിരുന്നു. ഇന്ന് സൗദി ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വാദി അൽ അഖീഖിന് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ പ്രത്യേകം പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പരിചരിച്ച് അവിടുത്തെ ചരിത്ര സ്മാരകങ്ങളൊക്കെ നിലനിർത്തി, പിന്നെ ടൂറിസ്റ്റുകൾക്കും മറ്റുമൊക്കെ അത് സന്ദർശകർക്കൊക്കെ പിന്നെ അതിനെ ആസ്വദിക്കാൻ, അനുഭവിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്, തരപ്പെടുത്തിയിട്ടുണ്ട്. മദീനയിൽ പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അനുഭവവേദ്യമായിട്ടുള്ളൊരു വിഷയമാണ്. ഖലാസ്, മദീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ചരിത്രം നമ്മൾ കുറേ ഒരു ഇതല്ല, അതിൻ്റെ ഒരു പ്രത്യേകത ഈ ഖന്തഖ് യുദ്ധത്തിൽ റസൂലുള്ളാഹി ഉദു ചെയ്ത വാദി ബുത്ഹാനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് ഉണർത്തിയെന്ന് മാത്രം. ഖലാസ്, ഇനി നമുക്ക് ഈ സൂറത്ത് അഹ്സാബിൽ പഠിക്കാനുള്ളത് ഇതുവരെ ഖന്തഖ് യുദ്ധവുമായി ബന്ധപ്പെട്ട്, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, പിന്നെ മറ്റു പല വിഷയങ്ങൾ അതിൽ. ഇനി അടുത്തത് യാ അയ്യുഹൻ നബിയ്യു കുല്ലി അസ്വാജിക് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. റസൂലുള്ളാഹിനോട് ഭാര്യമാരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന വിഷയമാണ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് റമദാനിന് ശേഷം ബിഇദ്നില്ലാഹ് നമുക്ക് തുടരാം. മദീനത്തെ സ്ത്രീകൾ അവർ പിന്നെ മക്കത്തെ സ്ത്രീകളെപ്പോലെ എന്തായിരുന്നില്ല, പുരുഷന്മാർക്ക് വിധേയരായിരുന്നില്ല. മദീനത്തെ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് നേരെ പ്രതികരണ ശേഷി ഉണ്ടായിരുന്നു. അത് പല ചരിത്രത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്, പല വിഷയത്തിലും വായിക്കുന്നുണ്ട്. അത് കുറേ ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ സമയം അതല്ല. പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ളാൻ്റെ ഉപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ ഉപ്പ ഹാഷിം. ഈ ഹാഷിം പിന്നെ അബ്ദുൽ മുത്തലിബിന് കുട്ടിണ്ടാണ് മദീനത്താണ്, യസ്രിബിലാണ്. അബ്ദുൽ മുത്തലിബ് കുട്ടിണ്ടാകുന്നത്. ഹാഷിം അവിടുന്ന് സൽമ എന്ന് പറയുന്ന സ്ത്രീയെ കല്യാണം കഴിക്കണം. ഔസ് ഗോത്രക്കാരിയായ സൽമ എന്ന സ്ത്രീയാണ് കല്യാണം കഴിക്കുന്നത്. ഈ സൽമ എന്ന സ്ത്രീയുടെ ചരിത്രം വായിക്കുമ്പോൾ അവർ പുരുഷന്മാരെ പിന്നെ വരക്ക് നിർത്തിയിരുന്നത്. അവർ ഏതൊരു പുരുഷന് ഭാര്യയായി നിൽക്കണോ അവർ നിബന്ധന വെക്കും, ഞാൻ പറയുമ്പോൾ എന്നെ തലാക്കിലേക്കൊള്ളണമെന്ന്, ഒഴിവായിക്കൊള്ളണമെന്ന്. അങ്ങനെ മറ്റു പലരാലും വിവാഹമോചിതയായിട്ട് പിന്നെയാണ് അവർ ഹാഷിമിനെ സ്വീകരിക്കുന്നത്. ആ ഹാഷിമിലാണ് അബ്ദുൽ മുത്തലിബ് കുട്ടി ഉണ്ടാകുന്നത്. അവിടെ അതിലൊക്കെ നമ്മളുണ്ടല്ലോ, ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചരിത്രം, പണ്ടേ ഔസ് ഹസ്രജ് ഗോത്രവുമായി ബന്ധപ്പെട്ടുള്ള സ്ത്രീകളുടെ ചരിത്രം വായിക്കുമ്പോൾ അവർക്ക് എന്തുണ്ടായിരുന്നു, നല്ല പ്രതികരണ ശേഷിയും ഈ ഗൃഹഭരണത്തിലും അതേപോലെ തന്നെ അവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങളിൽ അവർക്ക് നല്ല പങ്കാളിത്തവും സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് മക്കയിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾ മക്കയിൽ ഒരു ദുർബലരായിട്ട്
ഗണിക്കപ്പെട്ടിരുന്നു എന്നുള്ളത്. അല്ലാഹു അലം.